ഞാൻ പറയുന്നത് റദാറിൻ കെൻഷൻ എല്ലാവരും ഒന്ന് കാണണം. റദാറിൻ കെൻഷൻ എന്ന് പറഞ്ഞാൽ നെറ്റ്ഫ്ലിക്സിലുണ്ട്, 5 പാർട്സ് ആണ്. അതെല്ലാവരും ഒരു സ്റ്റൺസിന്റെ വെറൈറ്റി ഉള്ളതാണ്. പിന്നെ ഷെയ്ഡ്സ് ഓഫ് ഇമ്മോർട്ടൽസ് എന്ന് പറയും, 2 എല്ലാവരും കാണുന്നതാണ്. ഞാൻ അപ്ഗ്രേഡ് കാണാത്തൊരു കണ്ടുപോക്കും. അപ്ഗ്രേഡ് എന്ന് പറഞ്ഞ ഫിലിമാണ്, അത് കാണാതെ കണ്ടുപോക്കും. അതിനകത്ത് ഒരുപാട് ആക്ഷൻ സീൻ അല്ല, പക്ഷെ അതിലുള്ള ആക്ഷൻ സീക്വൻസ് നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട്. അതെ, ഒരു ആനിമേഷൻ പടമുണ്ട് സോണി പിക്ചേഴ്സിന്റെ K-pop ഡെമൺ ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നെറ്റ്ഫ്ലിക്സിൽ ഓടും. പക്ഷെ നമ്മുടെ ഇവിടെ അധികം പേര് കാണത്തില്ല ഈ K-pop ഹണ്ടിങ് ആനിമേഷൻ എന്നൊക്കെ പറഞ്ഞ് ആരും എടുത്ത് കാണത്തില്ല. പക്ഷെ കണ്ടാൽ പല ലെയറിൽ വർക്കാവുന്ന ഒരു പടമാണ്. അപ്പൊ അത് സജസ്റ്റ് ചെയ്യുന്നു. ഇപ്പോഴും എന്റെ ഫേവറേറ്റ് ആയിട്ട് ഇപ്പം ഇൻസ്പയർഡ് ആക്കി ഞാൻ എഴുതിയൊരു സ്ക്രിപ്റ്റ് നോക്കി പറഞ്ഞാൽ കിൽബിലാണ് ഏറ്റവും കൂടുതൽ എഴുതിയത്. അതിനകത്ത് ആക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതിനെ ബേസ് ചെയ്ത് വുമൺ സെൻട്രിക് ആക്ഷൻ പടം തന്നെ എഴുതിയിട്ടുണ്ട്. അതിന് എന്ത് വിരോധിക്കാറില്ല, കൈവച്ചു. പക്ഷെ കിൽബിൽ കാണുന്ന ആൾക്കാർ ഇപ്പോഴും ഇഷ്ടംപോലെ പേരുണ്ട് കിൽബിൽ. കാരണം ഈ കഥ പലയിടത്ത് മിക്കടുത്ത് പറഞ്ഞപ്പോഴും മിക്കവർക്കും കിൽബിൽ കണ്ടിട്ടില്ല. ടറന്റിനോയുടെ പടങ്ങളുടെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പടങ്ങളിൽ ടറന്റിനോട് ഇങ്ങനെ മേലോട്ട് കല്ലെടുത്തിട്ട് താഴെ വന്ന് വീഴുന്ന ഒരു ടറന്റിനോ ഫാനാണ് എന്ന് പറയുന്ന പോലെ അത്രയധികം പുതിയ ഫിലിം മേക്കേഴ്സ് ഒരുപാട് പേര് ഈ കിൽബിൽ പോലെ തന്നെ ഒരു പടമാണ് സക്കർ പഞ്ച് എന്ന് പറഞ്ഞൊരു പടം. അത് ആരും കണ്ടിട്ടില്ല. സ്ലോ മോഷനെ കുറ്റം പറഞ്ഞിട്ട് സജസ്റ്റ് ചെയ്തല്ല സ്ലോ മോഷൻ. അതുപോലെ കുങ്ഫു ഹസൽ കാണാതെ കണ്ടു നോക്കും. ഭയങ്കര എന്റർടൈനിങ്, ഭയങ്കര എന്റർടൈനറാണ്, നല്ല രസമാണ്. നമുക്കിങ്ങനെ റിപ്പീറ്റ് കാണാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു പടമാണ്.